അയ്യോ, എത്രാമത്തെ പ്രാവശ്യമായി പോകുന്നു. ഇനി രണ്ടാമത്തെ പ്രാവശ്യമല്ലേ പോകുന്നു. രണ്ടാമത്തെ പ്രാവശ്യം പോകാൻ വേണ്ട. ഇപ്പം അവിടെ എത്തിയിട്ടുണ്ടല്ലോ. നമുക്കൊന്നും കൂടി മമ്മി ഉമ്മാനോട് ഫോൺ വിളിച്ച് ചോദിക്കാൻ വേണ്ടി പറയാം. നീ പറഞ്ഞത് ശരി. ആ പോക്കിൻ്റെ ഇടയിലാണ് നിപ്പാനെ കണ്ടത്. ഇപ്പാൻ്റെ വീടുകളിൽ ആ പോക്കിൻ്റെ ഇടയിലാണല്ലോ പറഞ്ഞതൊക്കെ നീ പറഞ്ഞ ശരിയാ. നമ്മുടെ ഉപ്പാനെ കണ്ടിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഉപ്പാൻ്റെ വിവരണ്ടോന്നില്ല. ഒന്ന് അങ്ങോട്ട് ഞാൻ ചെന്ന് നോക്കട്ടെ. ഞാനീ പോയി നോക്കിയിട്ട് നമുക്കെന്നാ കുറച്ച് നേരം ഇവിടെ നോക്കിയാലോ, അവളെ വരുന്നത് വരെ. നമുക്ക് നോക്കാം. എന്താ വിവരമുണ്ടോ? ഇല്ല, കുറച്ച് ദൂരെയാണെന്ന് തോന്നുന്നു. എന്നാലെന്താ ഇപ്പം ചെയ്യുക? എന്താണിപ്പോൾ ചെയ്യുമ്പോൾ? അതൊക്കെ അതിനുള്ളിൽ തന്നെ വച്ചില്ല. വേണ്ട, അതവിടെ കിടന്നോട്ടെ. അതെന്തെങ്കിലും സാധനം കത്താണ്. ഇത് പേപ്പർ ആരെങ്കിലും നിങ്ങൾക്ക് വേണം. ആണെന്ന് നോക്കട്ടെ. എന്തുകൊണ്ടാണ് മൈ ലവ് പാർക്ക് വിസിറ്റ്? നമ്മൾ പോവാന്ന് വെച്ചോ. അല്ല, നമ്മളെ മറ്റേ പാർക്കില്ലേ, മൈ ലവ് പാർക്ക്, മൈ ലവ് ഐ ലവ് എന്നൊക്കെ പറയുന്ന പാർക്കില്ലേ? അതിനെന്താ, അവിടെ വിസിറ്റ് ചെയ്യാൻ കൂടി സൗകര്യമുണ്ട് അത്ര. ഇതൊക്കെ നിപ്പാന്ന് അറിയുന്നത് ഞാൻ പപ്പയുടെ ഫോണിൽ രാത്രി പൊലച്ചയ്ക്കെങ്ങാനിരുന്ന് കണ്ടതാ. ബാക്കി നോക്കട്ടെ. ഞാൻ എക്സ്ട്രാ കളിക്കുന്ന റൈഡ്സ് കൂടിയിട്ടുണ്ട് അത്ര. ഇതൊക്കെ ഞാൻ കണ്ടിരുന്നാലും നീ വായിക്ക്. പ്ലേ ഹൗസ്, ഇങ്ങനെയുള്ള പലതരം ഹൗസിലൊക്കെ ഇത് ഫ്രീ ആയി കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് ഫ്രീ ആയി കിട്ടും. ഞാൻ പപ്പയുടെ ഫോണിൽ കണ്ടതാ. ചിലതിനൊക്കെ ഫ്രീ ആയി കിട്ടും. 4 എണ്ണത്തിന് നമുക്ക് ഫ്രീ ആയിക്കാം. പൈസ കൂടുതലുള്ളതിന് നമുക്ക് ഫ്രീ ആയി പോവാമല്ലോ. കൂടുതലുണ്ടെങ്കിൽ നീ എന്താ ചെയ്യും? കൂടുതലുണ്ടെങ്കിൽ പോട്ടെ, നമുക്ക് ഇഷ്ടപ്പെട്ടതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടിച്ച് അല്ലെങ്കിൽ പപ്പ കൊടുത്തോളും പൈസ. അവളുടെ ഒരു പൂതി കണ്ടില്ലേ, ഇത്രയൊക്കെ മതി. ബാക്കി എല്ലാവർക്കും വേണമെങ്കിൽ വായിച്ചോട്ടെ. ആ പണം നമ്മളിത് എത്ര നേരമായി അങ്ങോട്ട് കാണാം. നമുക്ക് ബെല്ലടിക്കണം, അടിച്ച് നോക്കണേ. എടാ, എന്തിനിത്ര കല്ലടിച്ച്? അയ്യോ, അറിയാതെ അടിച്ചു പോയി. കണ്ടമ്മ ഓടി ഞാൻ. എടാ, നീ കണ്ടമ്മ ഓടിയാ? എന്നാ ഞാനും വരുന്നടാ. ഞാനെന്നാ കണ്ടമ്മ ഓടട്ടെ. വാതിൽ തുറന്നിട്ടുണ്ട്. അറിയൂലടാ. അല്ല, ആരായിരുന്നു? ഞാൻ കൂട്ടിപ്പോയി. ആരാ? ഇവിടെയൊന്നും ആരും ഇല്ലേ? ഷടാ, എടാ, മമ്മി പുറത്ത് വന്ന്. ആരാ?
ആരും കാണുന്നില്ലല്ലോ. എടാ മുപ്പ, കണ്ടം വഴി ഓടടാ ഓടാ. എന്തിപ്പോൾ ശബ്ദം കേട്ടെ? ആരും കാണുന്നൊന്നുമില്ലല്ലോ. മിക്കവാറും ആ കുട്ടികളുടെ പണിയായിരിക്കും. അറിയാതെ അങ്ങാൻ വലിയ കൂടുതൽ അടിച്ചു പോയിട്ടുണ്ടാകും. പേടിച്ചിട്ട് കണ്ടം വഴി ഓടിയും കാണും. ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കി കൊടുക്കുന്നുണ്ട്. ചിലപ്പോൾ അറിഞ്ഞുകൊണ്ടാണെങ്കിലും സാരമില്ല, പോട്ടെ. മക്കളെ വന്നോ, ഞാനൊന്നും ചെയ്യത്തില്ല. കണ്ടം വഴി ഓടിയെന്നാണ് തോന്നുന്നത്. അവർ തന്നെയാണെന്ന് ഇത്ര ഉറപ്പ്. കുറച്ച് നേരം പതുങ്ങി നോക്കാം. ആരും കാണുന്നൊന്നുമില്ലല്ലോ. ഞാനെൻ്റെ പാട്ടിൽ പോട്ടെ. ആരുമില്ലല്ലോ.